ഒരു ക്രിസ്തീയ സഭയിലെ അംഗം എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കുന്നത് എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപകടകരമാണ്. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവം തൻ്റെ ജനത്തെ അവരുടെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള തീരുമാനമാണ് 7-ാം അധ്യായത്തിൽ യെഹെസ്കേൽ പ്രവാചകനിലൂടെ അറിയിക്കുന്നത്. കാഹളം പോലെ തൻ്റെ ശബ്ദമുയർത്തി സമീപമായിരിക്കുന്ന ന്യായവിധിയുടെ ദൂതറിയിക്കുന്ന പ്രവാചകൻ രക്ഷാമാർഗമാകുന്നു വിളിച്ചോതുന്നത്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ വ്യാപ്തി തിരിച്ചറിയുന്ന ജനം ഭാഗ്യമുള്ളവരാകുന്നു. യെഹെസ്കേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായം. ബൈബിളിലെ പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത്, ദൈവം എന്തിനാണ് പ്രവാചകന്മാരിലൂടെ ഇത്ര കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് എന്നത്രേ. ഒരുപാട് ശാപവാക്കുകൾ നാം പ്രവചന പുസ്തകങ്ങളിൽ വായിക്കുന്നു. യിരെമ്യാ പ്രവചനത്തിലെയും യെഹെസ്കേൽ പ്രവചനത്തിലെയും പല അധ്യായങ്ങളും കർക്കശമായ ഭാഷയിലാകുന്നു എഴുതിയിട്ടുള്ളത്. പശ്ചാത്തലം മനസ്സിലാക്കാതെ വായിക്കുന്നവർക്ക് ആ ഭാഗങ്ങൾ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. സ്നേഹവാനായ ദൈവം തൻ്റെ സ്വന്തമായവരോട് ഇങ്ങനെ സംസാരിക്കുമോ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ദൈവം എന്തിനങ്ങനെ സംസാരിച്ചു എന്നറിയുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും ആരാധനയും ഉണ്ടാകും. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം, തൻ്റെ സ്വന്തം ജനം, അവർ ദൈവത്തോട് മറുതലിച്ച് പാപത്തിൽ ജീവിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അവർക്ക് പല മുന്നറിയിപ്പുകൾ കാലാകാലങ്ങളിൽ നൽകി. ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ഈ ജനം അവരുടെ മോശപ്പെട്ട ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് ദുഷി വരുത്തുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം 10 ഗോത്രങ്ങൾ അടങ്ങിയ വടക്കേ രാജ്യം അടിമകളായി അശൂരിലേക്ക് പോയി. അത് കണ്ടിട്ടെങ്കിലും മാനസാന്തരപ്പെടുമെന്ന് ചിന്തിച്ചു തെക്കേ രാജ്യം. എന്നാൽ അത് കണ്ടിട്ടും മാനസാന്തരം വരാഞ്ഞ തെക്കേ രാജ്യത്തിന് ദൈവം വളരെയേറെ മുന്നറിയിപ്പുകൾ നൽകി. യിരെമ്യാ പ്രവാചകൻ തൻ്റെ ദൂതുകളിലൂടെ അതാണ് അറിയിച്ചു കൊണ്ടിരുന്നത്. ദൈവം യിരെമ്യാവിനെ അതിനായി തിരഞ്ഞെടുത്തു. എന്നാൽ ജനം കൂടുതൽ കഠിന ഹൃദയമുള്ളവരായി. അവരെ അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഒരു ചെറിയ വിവരണം 137-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പാറമേലടിച്ച് കൊന്ന ആ സംഭവങ്ങൾ വായിക്കുമ്പോൾ എത്ര വേദനാജനകമാണ്. അവിടെ അവർ 70 വർഷങ്ങൾ അടിമവേല ചെയ്തു. ക്രൂരമായ പീഡനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. അവരുടെ അനുസരണക്കേട് മൂലമാകുന്നു അവർ ഈ അവസ്ഥയിലൂടെ കടന്നുപോയത്. ഒരു സ്നേഹവാനായ പിതാവ് തൻ്റെ മകനെ ശരിയായ വഴിയിൽ കൊണ്ടുവരുവാൻ ഉപദേശിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ ഉപദേശിച്ചു. ദൈവത്തെ ത്യജിക്കുവാൻ അവർ തീരുമാനിച്ചതിനാൽ അവർക്ക് വരുവാൻ പോകുന്ന ദുരവസ്ഥയുടെ കാഠിന്യം ദൈവം അവർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ ഭാഷ കർക്കശമായി തോന്നുന്നതാണ്, അല്ലാതെ ദൈവം ക്രൂരമായി അവരോട് ഇടപെടുന്നതല്ല എന്നോർക്കണം. അവരനുഭവിക്കുവാൻ പോകുന്നത് എത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാകുന്നു എന്ന് പറഞ്ഞതാണ് ജീവനുള്ള സത്യദൈവത്തെ അവൻ നൽകിയ ദർശനത്തിലൂടെ പ്രവാചകനായ യെഹെസ്കേൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനെയാണല്ലോ യെഹെസ്കേൽ പ്രവചനത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീകാത്മകമായ ഒരു ശൈലിയാണ് അതിന് പ്രവാചകൻ ഉപയോഗിക്കുന്നതെന്നും നാം കണ്ടു. അതിന് കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയുവാൻ ഇത്തരം പ്രതീകങ്ങൾ ആവശ്യമായിരിക്കുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെയും സ്വഭാവത്തെയും വിവരിക്കുന്നതിൽ യെഹെസ്കേൽ വളരെ ഊന്നൽ നൽകിയിരിക്കുന്നു. തന്നെ പ്രവാചകനായി നിയമിക്കുന്നതിന് മുമ്പേ തനിക്ക് ലഭിച്ച ദൈവമഹത്വത്തിൻ്റെ ദർശനത്തെ കൂടെ താൻ പരാമർശിക്കുന്നതായി നാം കാണുന്നുണ്ട്. തനിക്ക് ലഭിച്ച ദൈവമഹത്വത്തിൻ്റെ ദർശനത്തെ അവൻ പരാമർശിക്കുമ്പോൾ
അവൻ അത് അഭിനയിക്കുന്ന രംഗങ്ങളായി നമുക്ക് അനുഭവപ്പെടുന്നു. തൻ്റെ നാമം അശുദ്ധമാകാതിരിക്കേണ്ടതിനായി താൻ പ്രവർത്തിച്ചു എന്ന് ദൈവം 15 പ്രാവശ്യത്തോളം പറയുന്നത് നാം ഈ പ്രവചന പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് 60-ൽ കൂടുതൽ പ്രാവശ്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം തഴമ്പിച്ച ഇസ്രായേൽ ജാതിയോട് സംസാരിക്കുമ്പോൾ യെഹെസ്കേൽ ആപ്തവാക്യങ്ങളും ദർശനങ്ങളും കടങ്കഥകളും ദൃഷ്ടാന്തമായ അഭിനയവും രൂപക കഥകളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിധത്തിൽ വളരെ നാടകീയവും ശക്തവുമായ വഴികളിലൂടെയാണ് യെഹെസ്കേൽ തൻ്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നത്. 5-ാം അധ്യായം വരെയാണ് നാം ചിന്തിച്ചു കഴിഞ്ഞത്. പ്രവാചകൻ തൻ്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുന്നതിൻ്റെ അടയാളം ജനത്തിനു മുമ്പിൽ കാണിക്കുന്നതോടെയാണ് 5-ാം അധ്യായം ആരംഭിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 6-ഉം 7-ഉം അധ്യായങ്ങളിൽ ന്യായവിധിയെക്കുറിച്ചുള്ള 2 ദൂതുകളുണ്ട്. ഇതിലൂടെ ഇസ്രായേൽ ജാതി മുഴുവനോടും ദൈവം സംസാരിക്കുകയാണ്. വിഗ്രഹാരാധികൾ മരിക്കുമെന്നും ദേശം ദുരിതപൂർണമാകും എന്നതുമത്രേ അവൻ്റെ ദൂത്. യെരുശലേമിൻ്റെ മേൽ വരുവാൻ പോകുന്നതായ ആ വാൾ. ഇനി നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേലിൻ്റെ മുഴുവൻ ദേശത്തിനും എതിരെയുള്ള ന്യായവിധിയുടെ 2 ദൂതുകളിൽ രണ്ടാമത്തേത് ഈ 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാം അധ്യായത്തിലൂടെ യെഹെസ്കേലിൻ്റെ സന്ദേശങ്ങൾ യെരുശലേമിനോടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഴുവൻ ദേശവും അവൻ്റെ കൺമുൻപിലുണ്ട്. നേരത്തെ യെരുശലേം മാത്രമായിരുന്നു. ഇപ്പോഴും യെരുശലേം നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല, അധിക പങ്കും ആളുകൾ ആ ദേശം വിട്ടുപോയിരുന്നു. എങ്കിലും ഇപ്പോഴും അനേകർ അവിടെ പാർക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ അവർ വാസ്തവത്തിൽ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ കാരണമായില്ല. ഇപ്പോൾ ദൈവം യെരുശലേമിൻ്റെ ഒടുവിലത്തെ നാശത്തെക്കുറിച്ചുള്ള സന്ദേശം പ്രഖ്യാപിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവസാനം ദേശത്തിൻ്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ദൈവം യെഹെസ്കേലിന് നൽകിയ ദൂത് അവനിപ്പോൾ ജനത്തിന് കൈമാറുകയാണ്. 6-ാം അധ്യായത്തിലെ 1-ാമത്തെ ദൂതും ആരംഭിക്കുന്നത് ഇതേ വാക്കുകളോടെയായിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എത്ര ഭയാനകമായിരുന്നു ഈ അവസ്ഥ. ദേശത്തിന്മേൽ ന്യായവിധി വരാറായിരിക്കുന്നു. നിശ്ചയമായും അത് ദേശത്തെ ജനങ്ങളെ മുഴുവനായും ബാധിക്കുന്നതാണ്. ഇസ്രായേൽ ജാതി മുഴുവനും ഈ സമയത്ത് സ്വന്തം ദേശത്തില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇസ്രായേൽ ദേശവും ഇസ്രായേൽ ജാതിയും തിരുവചനത്തിൽ എപ്പോഴും ഒരുമിച്ചാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനത്തിലെ ഈ സന്ദേശത്തിൽ ഒരു പുതിയ ഘടകം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഇപ്പോൾ യെരുശലേമിൻ്റെ ഒടുവിലത്തെ നാശത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് നാം കാണുന്നത്. ഒടുവിലത്തെ ആക്രമണം നടക്കാൻ പോകുന്നു. അതിൽ പട്ടണം നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ പറയുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കോപം നിൻ്റെ മേൽ അയച്ച് നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നിൻ്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നെ ശിക്ഷിക്കുവാൻ പോകുകയാണ് എന്ന്. ഈ ന്യായവിധി അഥവാ ശിക്ഷ അവർക്ക് തികച്ചും അനുയോജ്യമായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പരസ്യമായി ദൈവത്തിൻ്റെ സാക്ഷിയായിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഒരു വ്യാജനാകുന്നു എങ്കിൽ അത് എത്ര ഗൗരവമുള്ള കാര്യമാകുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ക്രിസ്തീയ സഭയിലെ അംഗമെന്ന് പറയുകയും എന്നാൽ രക്ഷയുടെ അനുഭവം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായൊരു പ്രശ്നമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപകടകരമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന് അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു ക്രൈസ്തവൻ എന്ന് നടിച്ചുകൊണ്ട് പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ കൊടുങ്കാട്ടിലെ ഒരു ഇരുണ്ട കോണിൽ ഊമ വിഗ്രഹത്തിനു മുന്നിൽ വീണ് വണങ്ങുന്ന അപരിഷ്കൃതൻ്റെ അവസ്ഥയേക്കാൾ പരിതാപകരമാണ് സുഹൃത്തെ. ആ അപരിഷ്കൃതൻ യേശുവിനെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലല്ലോ. എന്നാൽ സുവിശേഷം നാം എത്ര വട്ടം കേട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത സഭാംഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നാമധേയമായ ക്രിസ്ത്യാനി
യെഹെസ്കേൽ സംസാരിക്കുന്നതിനോട് തത്തുല്യമായ ഒരു പ്രശ്നമാണിത്. യെഹെസ്കേൽ പറയുന്നത് ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നത്രേ. കാരണം അവൻ ദൈവവചനം കേട്ടിട്ടുണ്ട്, എന്നാൽ അവൻ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു. കൂടുതൽ കേൾക്കുന്നതിന് അനുസരിച്ച് ആ വ്യക്തിയുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു, പക്ഷേ അവൻ അതിനെ നിരസിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവൻ്റെ ശിക്ഷയും അധികമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. 7-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ പോകുകയാണ്. 4 മുതൽ 9 വരെ. എൻ്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിൻ്റെ മ്ലേച്ഛതകൾ നിൻ്റെ നടുവിൽ വെളിപ്പെട്ടു വരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഒരു അനർത്ഥം ഇതാ വരുന്നു, അവസാനം വന്നിരിക്കുന്നു. അത് നിൻ്റെ നേരെ ഉണർന്നു വരുന്നു. ഇതാ അത് വരുന്നു. ദേശനിവാസിയെ, ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു. കാലമായി, നാൾ അടുത്തു. മലകളിൽ ആർപ്പുവിളി, സന്തോഷത്തിൻ്റെ ആർപ്പുവിളി അല്ല. ഇപ്പോൾ ഞാൻ വേഗത്തിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ പകർന്ന് എൻ്റെ കോപം നിന്നിൽ നിവർത്തിക്കും. ഞാൻ നിൻ്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിൻ്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. എൻ്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിൻ്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. നിൻ്റെ മ്ലേച്ഛതകൾ നിൻ്റെ നടുവിൽ വെളിപ്പെട്ടു വരും. യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും. തിരുവചനത്തിലെ വളരെ ഭയങ്കരവും എന്നാൽ വളരെ കുറച്ച് മാത്രം കൈകാര്യം ചെയ്യപ്പെട്ടുള്ളതുമായ ഒരു വേദഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. അനേകം സഭാംഗങ്ങൾക്ക്, ക്രിസ്തീയ സഭാംഗങ്ങൾക്ക് ഇത് തികച്ചും അജ്ഞാതവുമാണ്. ചിലർ വാദിക്കുന്നത്, കൊള്ളാം, ഈ പഴയ നിയമത്തിലെ പിന്മാറ്റത്തോട് ബന്ധപ്പെട്ടതല്ലേ ഇവിടെ വായിച്ചത്, ഇപ്പോൾ ഇതിന് വ്യത്യാസം വന്നിരിക്കുന്നു എന്നത്രേ അവർ പറയുന്നത്. പ്രിയ സുഹൃത്തെ, യെഹെസ്കേലിൻ്റെ ഭാഷ വെളിപ്പാട് പുസ്തകത്തിലും മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിലും കർത്താവിൻ്റെ വാക്കുകളിൽ നാം കാണുന്നുണ്ട്. അത് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഇണക്കമുള്ളതാണ് എന്ന് കാണുവാൻ സാധിക്കും. ഈ ഭാഗത്തെ യെഹെസ്കേലിൻ്റെ വാക്കുകൾ പുതിയ നിയമത്തിലെ പല ഭാഗങ്ങളുമായും വളരെ യോജിപ്പുണ്ട്. പുതിയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ അതേ ദൈവം തന്നെയാകും. അവൻ എല്ലാ കാലത്തും പാപത്തെ ശിക്ഷിക്കുന്നവനാണെന്നുള്ളത് നാം മറക്കരുത്. 6 ദശലക്ഷം യഹൂദന്മാർക്ക് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ എന്ത് സംഭവിച്ചു എന്നത് നമുക്കൊരു മുന്നറിയിപ്പായിരിക്കേണ്ടതാണ്. അതേ സുഹൃത്തെ, ഇന്നത്തെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ ദീർഘക്ഷമ അവർ അനുഭവിക്കുന്നത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. ഒരു മുന്നറിയിപ്പായിട്ട് ആ ദീർഘക്ഷമയെ നാം കാണണം. ദൈവം നമ്മെ ശിക്ഷിക്കുമോ? അതെ, അവൻ ശിക്ഷിക്കും. അതുകൊണ്ട് യാതൊരു ആശ്ചര്യവും കൂടാതെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞത്, ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് അനേകരും സഭ കളിക്കുകയാണ്. അത് ഏതോ വിലയില്ലാത്ത കാര്യമെന്ന പോലെ അവർ അവരുടെ മതഭക്തിയെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചുമൊക്കെ പറയുന്നു, ചിരിക്കാൻ പറയുകയാണ്. എന്നാൽ ക്രിസ്തുവുമായി ഒരു സമ്പൂർണ്ണ ഉടമ്പടി ചെയ്തിട്ടുമില്ല. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിപത്താണിത്. നമുക്കിന്ന് സഭാംഗങ്ങൾ കുറവായിരിക്കുന്നു എന്നതല്ല പ്രശ്നം. സഭകളിലുള്ള അനേകരും രക്ഷിക്കപ്പെട്ട യഥാർത്ഥ വിശ്വാസികളല്ല എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ഒരു ബൈബിൾ അധ്യാപകൻ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു തണുത്ത സഭാംഗം 20-ലധികം ബഹളക്കാരും ദൈവദൂഷകരുമായ നിരീശ്വരവാദിയേക്കാൾ ക്രിസ്തുവിനെ നൊമ്പരപ്പെടുത്താൻ കാരണമാകുന്നു എന്ന്. മനസ്സിലായല്ലോ? ഒരു തണുത്ത സഭാംഗം, നാമധേയ ക്രിസ്ത്യാനി. യെഹെസ്കേലിൻ്റെ ഈ സന്ദേശം അവൻ്റെ കാലത്ത് അത്ര പ്രചാരം നേടിയില്ല സുഹൃത്തെ. ഇക്കാലത്തും സത്യം പറയുന്നത് അത്ര പ്രചാരം നേടില്ല എന്നെനിക്കറിയാം.
ഇനി 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇതാ നാൾ, ഇതാ അത് വരുന്നു, നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടി പൂത്ത് അഹങ്കാരം തളിർത്തിരിക്കുന്നു, സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കുന്നു. അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കുകയില്ല. അവരെക്കുറിച്ച് വിലാപം ഉണ്ടാകുകയുമില്ല. കാലം വന്നിരിക്കുന്നു, നാൾ അടുത്തിരിക്കുന്നു, അതിൻ്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അതിൻ്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു. ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. അവർ കാഹളമൂതി സകലവും ഒരുക്കുന്നു, എന്നാൽ എൻ്റെ ക്രോധം അതിൻ്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കയാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. നോക്കുക, വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്കാണ് യെഹെസ്കേലിൻ്റെ ജനം എത്തിച്ചേരാൻ പോകുന്നത്. എത്ര വ്യക്തമായിട്ടാണ് ചിത്രം പ്രവാചകൻ വരയ്ക്കുന്നത്. അവരെ വിശേഷിപ്പിച്ചിരുന്ന ഒരു കാര്യം, അവർ ഒരു കൂട്ടം നിഷേധികളായിരുന്നു എന്നതായിരുന്നു. അവർ സമാധാനവാദികളായതിനാൽ യുദ്ധത്തിന് പോകില്ല. എൻ്റെ സുഹൃത്തെ, ശരിയായത് എന്താണോ അതിനുവേണ്ടി നിൽക്കാൻ ഈ മനുഷ്യർ തയ്യാറായില്ല. ന്യായവിധി വന്നു. ശത്രു അകത്ത് കടന്നു വന്നപ്പോൾ യുദ്ധവിരുദ്ധ വാദത്തെക്കുറിച്ച് അവന് യാതൊരു അഭിപ്രായവുമില്ലായിരുന്നു. മുമ്പ് നാം കണ്ടതാണല്ലോ ഈ കാലഘട്ടം യുദ്ധവിരുദ്ധ വാദത്തിൻ്റേതാണ് എന്ന്. എന്നാൽ ഇത് സമാധാനത്തിൻ്റെ കാലമല്ല. ഇന്നത്തെ മനുഷ്യർ യുദ്ധത്തിൽ മടുപ്പ് വന്നവരാണ്. എന്നാൽ മനുഷ്യഹൃദയത്തിൽ അകൃത്യം കുടിയിരിക്കുന്നിടത്തോളം ദൈവം പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന്. യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ 3 പ്രാവശ്യം ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായി നാം കാണുന്നു. 7-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞുകളയും, പൊന്നവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയുമില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അതവർക്ക് അകൃത്യഹേതു ആയിരുന്നുവല്ലോ. ഇന്ന് അനേകരും ചിന്തിക്കുന്നത് പണമുണ്ടെങ്കിൽ അതിന് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുമെന്നാണ്. സമാധാനം ഉണ്ടാക്കുന്നതിനായി ലോകമെമ്പാടും എന്തുമാത്രം പണമാണ് പല പല സമാധാന ഉച്ചകോടികൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം സ്ഥാപിക്കുന്നതിനായി, കോടതി വ്യവഹാരത്തിനായി നാം എന്തുമാത്രം പണമാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് സമാധാനത്തിന് വേണ്ടി. വാസ്തവത്തിൽ അതിലൂടെ ഒന്നും നാം നേടിയില്ല, നേടുകയുമില്ല. എന്നാൽ തീർച്ചയായും നാം ധാരാളം പണം ചെലവഴിച്ചിരിക്കുന്നു. കയ്യിൽ ധാരാളം പണം ഉണ്ടായിരിക്കുന്നത് ഒരു സുഖമാണ്. എന്നാൽ അത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കില്ല എന്നോർക്കണം. ഇതത്രേ ഇവിടെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നത്. അവരാകട്ടെ തങ്ങളുടെ സമ്പാദ്യം തങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും എന്ന് കരുതിയിരുന്നു. പക്ഷേ അതിന് യാതൊരു സുരക്ഷിതത്വവും നൽകുവാൻ കഴിയുമായിരുന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാനത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. ഞാൻ എൻ്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും. അവർ എൻ്റെ നിധിയെ അശുദ്ധമാക്കും. കവർച്ചക്കാർ അതിനകത്ത് കടന്നതിനെ അശുദ്ധമാക്കും. ന്യായവിധിയെക്കുറിച്ചുള്ള ഭയനിർദ്ദേശം തരുന്നതായ ഒരു വിശദീകരണമാണിത്. ഇതിനേക്കാൾ ഭയമുളവാക്കുന്ന വേദഭാഗം താങ്കൾ വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വെളിപ്പാട് പുസ്തകം 18-ഉം 19-ഉം അധ്യായങ്ങൾ വായിച്ചാൽ മതി. ഇനിയും ലോകം കാണാനിരിക്കുന്ന വാണിജ്യ വിഷയമായ ബാബേലിൻ്റെ നാശത്തെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാബിലോൺ. മനുഷ്യർ വലിയ വ്യാപാരങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റിലും അതുപോലെയുള്ള അഭിവൃദ്ധിയിലും വിജയത്തിനുമായി ശ്രമിക്കുന്ന നാളുകളെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. കൊച്ചു കുട്ടികൾ പോലും വിജയകരമായി കച്ചവടം ചെയ്യുന്ന നാളുകളാണത്. അന്ന് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായി പോകുമെന്ന് സർക്കാർ ഉറപ്പു തരും.
എന്നാൽ അത് ആ പറഞ്ഞതുപോലെ ശരിയല്ലായിരിക്കും. അതുവരെ രക്ഷിച്ചില്ല. അവർക്ക് വിടുതൽ ആവശ്യമായ സമയത്ത് അതവർക്ക് വിടുതൽ നൽകിയില്ല. 20-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവിടെ നാം വായിക്കുന്നത്, അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാനതവർക്ക് മലമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവരുടെ ആഭരണ സംവിധാനത്തെ ദൈവം പാപകരമായി ചിത്രീകരിച്ചത്? സ്വർണത്തിൽ പാപം കുടിയിരിക്കുന്നുവോ? നാം ധരിക്കുന്ന വസ്തുക്കളിന്മേൽ പറ്റിക്കൂടുന്ന ഒന്നാണോ പാപം? അങ്ങനെയാണെങ്കിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു, അല്ലേ? അപ്പോൾ പിന്നെ എവിടെയാണ് പ്രശ്നം? അവരുടെ ആഭരണങ്ങളുടെ ഭംഗി അവർ വാസ്തവത്തിൽ മറ്റുള്ളവരെ വശത്താക്കുവാനായി പ്രയോഗിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാനതവർക്ക് മലമാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. എന്ത് ഭാഷയല്ലേ! ഇത്ര കർക്കശമായ ഭാഷ. അവർക്ക് തെറ്റുപറ്റിയത് അതിൻ്റെ ഉപയോഗത്തിലാണ്. അത് ഉപയോഗിച്ച് അവരുടെ മനോഭാവത്തിലായിരുന്നു പാപം. ഡംഭവും വിഗ്രഹാരാധനയും അവരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ പാപങ്ങളായിരുന്നു. 23-24 വാക്യങ്ങളിൽ നാം കാണുന്നു, ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കിയാൽ നീ ഒരു ചങ്ങല ഉണ്ടാക്കുക. ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. ഞാൻ ബലവാന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും. അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമായിത്തീരും. നോക്കുക, ഈ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കുന്നു. ദേശം രക്തപാതകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നഗരം സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിത്രം കൂടിയല്ലേ ഇത്? ആ വാക്യത്തിൽ നാം വായിച്ച വേറൊരു കാര്യം, ഞാൻ ജാതികളിലെ അതിദുഷ്ടന്മാരായവരെ വരുത്തും. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. നോക്കണം, ദുഷ്ടന്മാരും ക്രൂരന്മാരുമായിരുന്ന ബാബിലോണ്യരെ ഉപയോഗിച്ച് ദൈവം തൻ്റെ സ്വന്തം ജനത്തെ ശിക്ഷിച്ചു. ഞങ്ങൾ ആത്മീയരാണ്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ ദശാംശം മുടങ്ങാതെ കൊടുക്കുന്നു, സുവിശേഷ വിലയ്ക്ക് കൊടുക്കുന്നു, ദൈവം ഞങ്ങളെ ശിക്ഷിക്കയില്ല എന്ന് ചിന്തിച്ച് ദൈവകാര്യങ്ങളിൽ നിന്നും മാറി ജീവിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള വലിയ മുന്നറിയിപ്പാണിത്. അനേകരും ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നത് പോലെ പലപ്പോഴും തോന്നാറുണ്ട്. ഇല്ല സുഹൃത്തെ, ദൈവം പാപത്തെ ന്യായം വിധിക്കുന്നവനാണ്. അവന് മുഖപക്ഷമില്ല. എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അരങ്ങേറുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധം ജീവിതം ക്രമീകരിക്കേണ്ടതാണ്. അല്ല എങ്കിൽ അനുഗ്രഹത്തിന് പകരം ന്യായവിധിയായിരിക്കും ഉണ്ടാകുന്നത്. യെഹെസ്കേലിൻ്റെ പുസ്തകം വായിക്കുവാൻ അനേകർക്കും താല്പര്യമില്ല. ആ സമയം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം പോലെയുള്ള ഭാഗങ്ങളോ വല്ല സങ്കീർത്തനങ്ങളോ ഒക്കെ വായിക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത്. എനിക്കും യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം വളരെ ഇഷ്ടമാണ്. എത്ര വലിയ പ്രത്യാശയുടെ വചനമാണ്. എന്നാൽ യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായവും ബൈബിളിൽ തന്നെ ഉള്ളത് ആകുന്നു എന്ന് മറക്കരുത്. അതെ, മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. അത് നമുക്കൊരിക്കലും ശുഭമാകയില്ല. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവം നമ്മെ കാണുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര അനുഗ്രഹമായിരുന്നു. ആരെയും കുറ്റപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ല, പിന്നെയോ നമ്മുടെ നന്മയ്ക്കായി, ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായി, കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി, തലമുറകളുടെ അനുഗ്രഹത്തിനായി നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവവചനപ്രകാരം നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മോട് പ്രവാചകൻ പറഞ്ഞു തരുന്നത്. അനുസരിക്കുവാൻ നല്ല അവസരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശ്ചര്യകരമാകുന്ന വിധമാകുന്നു ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ തിരിഞ്ഞത്. കഷ്ടതയുടെയും നിലവിളിയുടെയും മധ്യത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനം സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ദൈവത്തിനെതിരെ തിരികുകയായിരുന്നു. അവരുടെ വെള്ളിയും പൊന്നും അവർക്ക് അകൃത്യഹേതുവായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരോട് അരുളിച്ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും, പൊന്നവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടുവിക്കാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല.
അവരുടെ വയറ് നിറയുമില്ല. അതവർക്ക് അകൃത്യഹേതുവായിരുന്നുവല്ലോ. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിൽ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം മാറിപ്പോകാതിരിക്കേണ്ടതിന് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.